الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم التائبون العابدون الحامدون السائحون الراكعون الساجدون الآمرون بالمعروف والناهون عن المنكر والحافظون لحدود الله وبشر المؤمنين. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ച റബ്ബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷ വാർത്തകൾ കേൾക്കാൻ നമുക്കിഷ്ടമാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും സന്തോഷമുണ്ടായിത്തീരാനാണ് നമുക്ക് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ജീവിതത്തിൽ പലപ്പോഴും ലഭിക്കുന്ന അപ്രതീക്ഷിതമായി ലഭിക്കുന്ന നേട്ടങ്ങൾ അത് നമുക്ക് സന്തോഷം നൽകാറുണ്ട്. അതുപോലെ തന്നെ ഒട്ടനവധി ഓഫറുകൾ നമ്മളുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷം വരാറുണ്ട്. അതിലുമപ്പുറം ഭൗതികമായി ഉന്നതമായ പദവികളും സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മളുടെ മനസ്സ് സന്തോഷിക്കുകയും ആ സന്തോഷത്തെ ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് പൊതുവിൽ മനുഷ്യർ. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു പ്രയോഗം കാണാം. അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശ്വാസികളായ ആളുകളോട് ഉണർത്തി കൊണ്ട് അവിടുന്ന് സംസാരിച്ചത് വബശ്ശിർ, നീ സന്തോഷ വാർത്ത നൽകുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചതുമായി ബന്ധപ്പെട്ട് ഖുർആൻ സംസാരിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഷീറാണ്, നദീറാണ്, സന്തോഷവാർത്ത നൽകുന്ന ഒരു പ്രവാചകൻ.
താക്കീതു നൽകുന്ന ഒരു പ്രവാചകൻ. ആ നിലക്കൊക്കെ ഖുർആൻ ഏറ്റവും നല്ല നിലക്ക് സംസാരിക്കുമ്പോൾ ബഷീർ എന്ന പദത്തെ സന്തോഷവാർത്തയായിക്കൊണ്ട് ഖുർആൻ ഒരു സ്ഥലത്ത് പ്രയോഗിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ദിക്കലിൻ്റെയും പരിഹസിക്കലിൻ്റെയും അങ്ങേയറ്റം പരിഹാസരൂപേണയും ബഷീർ എന്ന പദങ്ങളൊക്കെ ഉപയോഗിച്ചത് നമുക്ക് കാണാൻ കഴിയും. വേദനാജനകമായ അദാബുൻ അലീം, വേദനാജനകമായ നരകശിക്ഷയുണ്ട്. അതുകൊണ്ട് പ്രവാചകരെ അവർക്കതിനെക്കുറിച്ച് വബശ്ശിർ, നീ സന്തോഷവാർത്ത നൽകുക. അത് നിന്ദിക്കാനാണ്, അത് പരിഹസിക്കാനാണ്, അതൊരു പ്രയോഗമായി അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്നതാണ്. അപ്പോൾ രണ്ടു നിലക്ക് അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. പോസിറ്റീവായിക്കൊണ്ട് വിശ്വാസികളെ വിളിച്ച് ഏറ്റവും നല്ല സന്തോഷവാർത്ത ഖുർആൻ നൽകുമ്പോൾ സത്യനിഷേധികളായ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേദനാജനകമായ നരകശിക്ഷ കൊണ്ട് നീ താക്കീതു നൽകണം, സന്തോഷവാർത്ത നൽകണം എന്നത് ഖുർആൻ പ്രയോഗിക്കുന്ന പ്രയോഗമായി നമുക്ക് കാണാൻ കഴിയും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നൽകുന്ന ചില സന്തോഷ വാർത്തകളെക്കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ സംസാരിക്കാനുള്ളത്. ഒന്നാമത്തത് വിശ്വാസികൾക്ക് തബ്ശീർ അൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തയാണ്. നോക്കൂ, അള്ളാഹുവിൻ്റെ ഖുർആൻ ഒട്ടനവധി ആയത്തുകളിലൂടെ ആ ഒരു സന്തോഷ വാർത്ത അള്ളാഹു മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വഅന്നഹും മുലാഖൂ, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവരാണ്. എന്തിനാണ് കൂട്ടരെ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടുന്നത്? വഅന്നഹും മുലാഖൂ, നിങ്ങൾ അള്ളാഹുവിനെ കണ്ടുമുട്ടും. വബശ്ശിരിൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകൾക്ക് ഇതാ സന്തോഷവാർത്ത പ്രവാചകരെ നൽകുക. അല്ലദീന ആമനൂ, അവർ വിശ്വസിച്ചവരാണ്. വഹാജറു, അവർ പാലായനം ചെയ്യുന്നവരാണ്. വജാഹദു ഫീ സബീലില്ലാഹ്, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരാണ്. ബി അംവാലിഹിം വ അൻഫുസിഹിം, അവരുടെ സമ്പത്ത് കൊണ്ട് അവരുടെ ആരോഗ്യം കൊണ്ട് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരാണ്. അത്തരം ആളുകൾക്ക് അഅ്ലമു ദറജതൻ ഇൻദല്ലാഹ്, അവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമാനങ്ങളാണുള്ളത്. വ ഉലൈക ഹുമുൽ ഫായിസൂൻ, ആരാണ് കൂട്ടരെ വിജയിച്ചത്? ഇത്തരം ആളുകളാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ വിജയിച്ചത്. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറഞ്ഞു, യുബശ്ശിറുഹും റബ്ബുഹും ബിറഹ്മതി, അവർക്ക് ഖുർആൻ പറഞ്ഞത് സന്തോഷവാർത്ത നൽകു. ഇത്തരത്തിലൊക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് വിശ്വസിച്ച് ജിഹാദ് ചെയ്ത ആളുകൾ ആരാണോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷവാർത്ത നൽകണം. എന്താണ്? ബിറഹ്മതിൻ മിൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്ത്. നമ്മളൊക്കെ കൊതിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്താണ്. ആ റഹ്മത്ത് അവർക്കുണ്ട്. വരിദ്വാൻ, അള്ളാഹുവിൻ്റെ തൃപ്തിയുണ്ട്. വജന്നാതുൻ ലഹാ ഫീഹാ നഈമും മുഖീം, അവർക്കുള്ളത് ഏറ്റവും നല്ല അനുഭൂതിയുടെ ഒരു സ്വർഗത്തോപ്പുണ്ട് എന്നത് പ്രവാചകരെ വിശ്വസിച്ച ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കൻ എന്ന ഖുർആനിൻ്റെ പ്രയോഗം. ഇനി നോക്കൂ, സൂറത്തു തൗബയിൽ കാണാം 34-35 വചനങ്ങൾ പരിശോധിച്ചാൽ, അത്തായിബൂനൽ ഹാമിദൂനൽ ആബിദൂൻ, അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാണ്. എത്ര പാപങ്ങളാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ളത്. ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കും. അൽ ആബിദൂൻ, അവർ ഇബാദത്തു ചെയ്യുന്നവരാണ്. അൽ ഹാമിദൂൻ, അവർ അള്ളാഹുവിന് സ്തുതികീർത്തനം അൽഹംദുലില്ലാ എന്ന് പറയുന്നവരാണ്. അസ്സായിഹൂൻ, അവർ നോമ്പെടുക്കുന്നവരാണ്. അർറാകിഊന അസ്സാജിദൂൻ, അവർ സുജൂദ് ചെയ്യുന്നവരോടൊപ്പം സുജൂദ് ചെയ്യുന്നവരാണ്, റുകൂഅ് ചെയ്യുന്നവരാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കും. വന്നാഹൂന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കുന്നവരാണ്. നന്മ പറയും, നന്മ പറയുന്നതോടൊപ്പം അവർ തിന്മ വിരോധിച്ചു കൊണ്ടിരിക്കും. എന്നിട്ടോ വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്, അള്ളാഹുവിൻ്റെ പരിധികൾ അത് കൃത്യമായി അള്ളാഹു വിധിച്ച വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ചു ജീവിക്കുന്നവരാണ്. വബശ്ശിരിൽ മുഅ്മിനീൻ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സന്തോഷവാർത്ത നൽകിൻ എന്നത് ഖുർആൻ പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, പരലോകത്ത് ഒറ്റക്കൊറ്റക്കാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്കെത്തുന്നത്. അന്ന് ഒറ്റയ്ക്കാകുന്ന സന്ദർഭത്തിൽ
പേടിച്ചരണ്ടു പോകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് സന്തോഷവാർത്ത നൽകാൻ ഖുർആൻ നൽകുന്ന മലക്കുകൾ മുഖേന നൽകുന്ന സന്തോഷവാർത്തയുണ്ട്. നോക്കൂ, ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ്സാലിഹാത്ത്, വിശ്വസിച്ച ആളുകളെ, സൽക്കർമ്മം പ്രവർത്തിച്ചവരെ അന്ന് ഭയപ്പെടേണ്ടതില്ല. അവർക്ക് സന്തോഷവാർത്ത നൽകുന്നത് അവർക്ക് സ്വർഗ്ഗാണ്. അന്നലഹും ജന്നത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പിലാണ് ഇന്ന് നിങ്ങളുടെ സങ്കേതമെന്ന് അവിടുന്ന് സന്തോഷവാർത്ത നൽകും. എന്നിട്ടോ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറതി റിസ്ഖ, അവിടുന്ന് ഇങ്ങനെ യഥേഷ്ടം ഫ്രൂട്ട്സുകൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്കിങ്ങനെ സമ്മാനിക്കും. സ്വർഗത്തിൻ്റെ പാറാവുകാർ, സ്വർഗത്തിലെത്തിപ്പെട്ട ആളുകൾക്ക് വ്യത്യസ്ത തരം ഫ്രൂട്ട്സുകൾ അവിടുന്ന് സംസാരിച്ച് നൽകും. വഉതൂബിഹി മുതശാബിഹ, അങ്ങനെ ഓരോന്നിങ്ങനെ കിട്ടുമ്പോൾ മനുഷ്യന്മാരിങ്ങനെ പറയും, സ്വർഗത്തിൻ്റെ ആളുകൾ പറയും, ഏയ് ഇത് ഞങ്ങൾ കഴിച്ചതാണല്ലോ എന്ന്, ഇതിൻ്റെ രൂപം ഒന്ന് തന്നെയാണല്ലോ എന്ന് പറയുമ്പോൾ മലക്കുകൾ തിരിച്ചു പറയും, വഉതൂബിഹി മുതശാബിഹ, ഇതിന് ഡിഫറൻറ്റ് ടേസ്റ്റാണ്, ഇതിൻ്റെ കോലവും രൂപവും എല്ലാം ഒന്നാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര തരം ഫ്രൂട്ട്സുകളാണ്. ആ ഫ്രൂട്ട്സുകൾ യഥേഷ്ടം നമ്മൾ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ നൽകുമ്പോൾ അതിങ്ങനെ ആസ്വദിച്ച് തിന്നിട്ട് മനുഷ്യന്മാർ പറയും, ഓരോന്നിങ്ങനെ നൽകും തോറും ഇതൊക്കെ തന്നതാണല്ലോ എന്ന്. ആ സന്ദർഭത്തിൽ മലക്കുകൾ പറയും, അല്ല, ഇതിനൊക്കെ വ്യത്യസ്ത ടേസ്റ്റാണ്, ഡിഫറൻറ്റ് ടേസ്റ്റാണ്. വഉതൂബിഹി മുതശാബിഹ, എന്നാൽ രൂപം ഒന്നാണ്, എന്നാൽ ടേസ്റ്റ് വ്യത്യാസമാണ്. വലഹും ഫീഹാ അസ്വാജും മുതഹറ, ഏറ്റവും നല്ല ഇണകളെ സ്വർഗത്തിൽ അള്ളാഹു സമ്മാനിക്കും. ഇനി എന്ത് വേണം സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്ക് റബ്ബ് നൽകുന്ന വമ്പിച്ച ഓഫറുകളും വല്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നത്. നോക്കൂ, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസിനികളായ ആളുകളെ അന്ന് അവിടെ കാണാൻ കഴിയും. എന്നിട്ടോ യസ്അറു നൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവർക്ക് മുമ്പിലും പിന്നിലും എല്ലാ ഭാഗത്തും അവർക്ക് പ്രകാശാണ്. യുബശിറുഹും അൽയൗമ ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അവിടെ വെച്ച് അവർക്ക് സന്തോഷവാർത്ത നൽകുന്നത് നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്നതാണ്. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ അവർക്ക് സുഖാനുഭൂതിയോടെ എന്നും എന്നെന്നും ആ സ്വർഗത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ദാലിക ഹുവൽ ഫൗസുൽ അലീം, അതാണ് വമ്പിച്ച വിജയം എന്നത് ഖുർആൻ പഠിപ്പിച്ചു. ഇങ്ങനെ ധാരാളം സന്തോഷ വാർത്തകളെക്കുറിച്ച്, വിജയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. ആ വിജയത്തിലേക്ക്, സന്തോഷ വാർത്ത കേൾക്കാൻ കാതോർക്കുന്ന ആളുകളായി നമ്മളൊക്കെ മാറണം സഹോദരങ്ങളെ. പരലോകത്ത് ഒരിക്കലും സമ്പത്ത് കൊണ്ട്, നമ്മൾ നേടിയെടുത്ത അധികാരം കൊണ്ട് സ്വർഗത്തെ വാങ്ങാൻ പറ്റില്ല. അത് ഖുർആൻ പഠിപ്പിച്ചതല്ലേ. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ ഖുദൂഹു ഫഗുല്ലൂ സുമ്മൽ ജഹീമ സല്ലൂ. എന്താ ഖുർആൻ പറഞ്ഞത്? എല്ലാ അധികാരങ്ങളും എല്ലാ സമ്പത്തും നഷ്ടാവും. മാ അഗ്നി അന്നി മാലിയ, എൻ്റെ സമ്പത്ത് ഇന്നെനിക്ക് പ്രയോജനപ്പെട്ടിട്ടില്ല. ഹലക അന്നി സുൽത്താനിയ, എല്ലാ അധികാരങ്ങളും ഫുൾ പവർ എനിക്ക് ദുനിയാവിലുണ്ടായിരുന്നു, ഇന്ന് ഞാൻ പാപ്പരാവുകയാണ്. ഈ സ്വർഗത്തെ വിലക്ക് വാങ്ങാൻ കഴിയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒന്നാമത്തത് വിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന സന്തോഷ വാർത്തയാണ്. രണ്ടാമത്തത് തബ്ശീർ അൽ മുഖ്ബിതീൻ, വിനയാന്വിതരായ ആളുകൾക്ക് അള്ളാഹു നൽകുന്ന ഏറ്റവും വമ്പിച്ച സന്തോഷ വാർത്ത നമ്മൾ അറിയണം സഹോദരങ്ങളെ. ഈമാൻ ഉൾക്കൊണ്ടിട്ടുണ്ട്, വിശ്വാസികളാണ്. എന്നാൽ പലപ്പോഴും മാന്യന്മാരാകാൻ, ആരുടെ മുമ്പിൽ? മനുഷ്യരുടെ മുമ്പിൽ മാന്യത ചമയാൻ, നല്ല പിള്ള ചമയാൻ നമ്മളൊക്കെ റെഡിയാണ്. നമ്മൾ പലപ്പോഴും പലതിനെയും പേടിക്കാറുണ്ട്. എന്നാൽ വിനയാന്വിതനായി റബ്ബിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ഒരു ഇബാദുർ റഹ്മാൻ, പരമകാരുണികൻ്റെ ഏറ്റവും നല്ല ഒരു അടിമയായി ജീവിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? അങ്ങനെ വിനയാന്വിതരാരാണ്? വബശ്ശിരിൽ മുഖ്ബിതീൻ, അവർ വിനയാന്വിതരാണ്. വിനയാന്വിതരായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സന്തോഷ വാർത്ത നൽകുക. എന്താണ് അവരുടെ പ്രത്യേകത? അൽ മുതവാദിഊൻ, അവർ അള്ളാഹുവിനെ പേടിച്ച് കഴിയുന്നവരാണ്, അവർക്ക് ഭയാണ്. നോക്കൂ, ഖുർആൻ തുടർന്ന് പറഞ്ഞില്ലേ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്
അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങിപ്പോകും. പേടിയാണ്. ഇത് അള്ളാഹു ഹറാമാക്കിയതാണ്, ഇത് ചെയ്യാൻ പാടില്ല. എന്നാൽ ഞാനില്ല, എനിക്കെൻ്റെ റബ്ബിനെ ഭയാണ്, എനിക്ക് പേടിയാണ്. വിശ്വാസിയുടെ മനസ്സ് പേടിച്ചു പോകും. ഇത്തഖുല്ലാ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കടോ എന്ന് പറയുമ്പോൾ മനസ്സ് പേടിച്ച് വിറങ്ങലിച്ച് സങ്കടം വരുന്ന മനുഷ്യന്മാർ, അതാണ് ഖുർആൻ പറഞ്ഞത്. അല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയം നടുങ്ങിപ്പോകും. വസ്വാബിരീന അലാ മാ അസ്വാബഹും, എന്നിട്ട് അവർക്ക് വമ്പിച്ച പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരും, അപ്പോൾ അവർ ക്ഷമിച്ചു കഴിയുന്നവരാണ്. വൽ മുഖീമിസ്സലാ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം രോഗികളെ ചികിത്സിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബാങ്ക് കേട്ടപ്പോൾ ആ രോഗികളോട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ എൻ്റെ റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യാൻ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് നടന്നു നീങ്ങുന്ന ഡോക്ടർമാരെ നമുക്ക് കാണാൻ കഴിയും. ഈ അടുത്ത് ഒരു കച്ചവടക്കാരൻ്റെ അനുഭവം, കോഴിക്കോട് ബീച്ചിൽ വലിയ തിരക്ക് പിടിച്ച് ഒരു ജ്യൂസ് സ്റ്റാൾ നടത്തുന്ന ഒരു ചെറുപ്പക്കാരുണ്ട്. വലിയ തിരക്കാണ്. എന്നാൽ ഓരോ സമയവും ബാങ്ക് കേൾക്കുമ്പോൾ ഇനി നിങ്ങൾ ജ്യൂസ് കുടിച്ചോ, നിങ്ങൾ GPay ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് ഗ്ലാസ് അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് പോകാം, എനിക്കെൻ്റെ റബ്ബിൻ്റെ വിളിക്കുത്തരം ചെയ്യണം എന്ന് പറയുന്നിടത്തേക്ക് മാറുന്ന മനുഷ്യന്മാർ, പച്ചയായ മനുഷ്യന്മാർ. അതാണ് ഖുർആൻ പറഞ്ഞത്. തോന്നുമ്പോൾ നമസ്കരിക്കുന്നവരല്ല. വ മുഖീമിസ്സലാ, അവർ നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാണ്. പലപ്പോഴും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന, അതല്ലെങ്കിൽ നാട്ടിലൊക്കെ കൂടുതൽ സമയം പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ നാട്ടിൽ വന്ന്, അതല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് മക്കളോടൊക്കെ സങ്കടം പറയുന്നത് എന്താ, ഞാൻ 10ഉം 12ഉം 16 മണിക്കൂർ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഞാൻ അതല്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ടില്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല, എന്നിട്ടാണ് ഞാൻ ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടി പലതും വാരിക്കൂട്ടുന്നത്. ആര് പറഞ്ഞടോ വാരിക്കൂട്ടാൻ? ആര് പറഞ്ഞു? എന്തിനാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ് ഇല്ലാ ലിയഅ്ബുദൂൻ, മനുഷ്യനെ ജിന്നുവർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. ഈ ഒരു വാദം പറഞ്ഞിട്ട് ഈ ദുനിയാവിൽ കുറേ അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് നിസ്കരിക്കാൻ പറഞ്ഞപ്പോൾ നിസ്കരിക്കാതെ വാരിക്കൂട്ടിയെ അതിൻ്റെ പിന്നാലെ ആസ്വദിച്ച് ജീവിച്ചവരാണോ? എന്നാൽ ഈ സന്തോഷ വാർത്ത അവർക്ക് ആസ്വദിക്കാൻ കഴിയില്ല. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ അവരുടെ സമ്പത്തിൽ നിന്ന് യഥേഷ്ടം ചിലവഴിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. അത്തരം ആളുകൾക്കാണ് സന്തോഷ വാർത്തയുള്ളത്. അപ്പോൾ രണ്ടാമത്തത് വബശ്ശിരിൽ മുഖ്ബിതീൻ, വിനയാനിതരായ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരാരാണോ അവർക്ക് പരലോകത്ത് ഏറ്റവും നല്ല സന്തോഷ വാർത്ത അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതനുസരിച്ച് ലഭിക്കുമെന്നതാണ്. മൂന്നാമത്തത് വബശ്ശിരിൽ മുഹ്സിനീൻ, മുഹ്സിനുകളായ ആളുകൾ. എന്താ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്? ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും കദാലിക സഖറ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. ഖുർആൻ പഠിക്കണം സഹോദരങ്ങളെ. അത് ഖുർആൻ്റെ ഒരു വല്ലാത്ത ശൈലിയാണ്. മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അന്ധകാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യരെ പറിച്ചുമാറ്റി ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെ ഉടമകളാക്കി. മുഹ്സിനുകൾ ആരാണ്? നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അൽ ഇഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താ ഇഹ്സാൻ? അള്ളാഹു എന്നെ കാണുന്നുണ്ട്, ഞാൻ എൻ്റെ റബ്ബിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇബാദത്ത് ചെയ്യുമ്പോൾ എൻ്റെ റബ്ബ് സദാ എന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ നിസ്കാരം നന്നാക്കണം, എൻ്റെ അമലുകൾ നന്നാക്കണം, എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് എന്ന ചിന്തയിൽ ഇവിടൊക്കെ ഖുർആൻ പറഞ്ഞത് ലയനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ബലിമൃഗത്തിൻ്റെ രൂപവത്തെക്കുറിച്ചും അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഉദ്ഹിയ്യത്തിൻ്റെ വിഷയം ഖുർആൻ സംസാരിച്ചിട്ട് പറഞ്ഞു. എന്താണ്? നിങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തിൻ്റെ രക്തമോ മാംസമോ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തുന്നില്ല, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹു പരിശോധിക്കുന്നത്. കദാലിക സഖറ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. എന്താ ഖുർആൻ പറഞ്ഞത്? നിങ്ങൾ ബലിയറുക്കപ്പെടുന്ന മൃഗം
അതിനെ പോറ്റി വളർത്തി ഏറ്റവും നന്നായി പരിചരിച്ച് അതിനെ കൊണ്ടുവന്ന് അവസാനം ഒന്ന് അറുക്കുന്ന സമയം കണ്ണു നിറച്ച് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി അറുക്കപ്പെടുന്ന ബലിമൃഗമാണ് എന്ന സങ്കടത്തിൽ, എന്ന നീയത്തിൽ അറുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അവൻ വബശ്ശിരിൽ മുഹ്സിനീൻ, അവൻ ഇഹ്സാൻ ചെയ്തവനാണ്, നന്മ ചെയ്തവനാണ് എന്ന് ഖുർആൻ പറഞ്ഞു. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നത് ഇഹ്സാനാണ്. മതപരമായി മതനിഷ്ഠയനുസരിച്ച് ജീവിക്കുക എന്നത് ഇഹ്സാനാണ്. നമുക്ക് ചുറ്റുഭാഗത്തുള്ള മുഴുവൻ മനുഷ്യർക്കും വേദനിക്കുന്നവരുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, ഏറ്റവും നല്ല ഒരു ആശ്വാസത്തിൻ്റെ വാക്കു കേൾക്കാൻ കൊതിക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് അവരോട് ഏറ്റവും നല്ല വാക്കു പറയുന്നത് ഇഹ്സാനാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് ഇഹ്സാൻ ചെയ്യുന്നവരായി, നന്മ ചെയ്യുന്നവരായി ജീവിതത്തിൽ നമുക്ക് മാറാൻ കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ സന്തോഷ വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. വല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു ഒരിക്കലും കരാർ ലംഘിക്കുന്നവനല്ല, വാക്കുപാലിക്കാത്തവനല്ല എന്നതാണ് ഖുർആൻ പറഞ്ഞത്. പലപ്പോഴും സന്തോഷം ലഭിക്കുന്നു എന്ന് വിചാരിച്ച് പലതിലേക്കും നമ്മൾ ഇറങ്ങിത്തിരിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ സങ്കടങ്ങളും ദുഃഖങ്ങളുമായിരിക്കും സമ്മാനിക്കുന്നത്. ഒരു നല്ല കച്ചവടം തുടങ്ങി അതിൽ സന്തോഷം ലഭിക്കും എന്ന് വിചാരിച്ചാകും ഒരുപക്ഷെ ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ വലിയ നഷ്ടവും പിന്നീട് വലിയ കടബാധ്യതയിലേക്കും ഒക്കെ ഒരുപക്ഷെ നമ്മൾ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ഓഫറുകൾക്ക് പിന്നാലെ ഓടി നടക്കുന്ന മനുഷ്യർ എല്ലാം വാരിക്കൂട്ടും, പിന്നീട് അതൊരു തലവേദനയായി തീർന്നു എന്ന് പറയുന്നവരുണ്ട്. അവിടെയാണ് അള്ളാഹുവിൻ്റെ വാക്കുകൾ, അത് സത്യമാണ്. വല്ലാഹു ലാ യുഖ്ലിഫുൽ മീആദ്. അള്ളാഹു കരാർ ലംഘിക്കുന്നവനല്ല. അള്ളാഹുവിൻ്റെ വാക്കുകൾ അത് ഹക്കാണ്, അത് സത്യമാണ്. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെങ്കിൽ നമ്മളൊക്കെ ശരിയായ ഒറിജിനൽ വിശ്വാസികളായി, മുഅ്മിനുകളായി നമുക്ക് ജീവിക്കാൻ കഴിയണം. റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്നവർ, നന്മ ചെയ്യുന്നവർ, ഓരോ ജോലി ജീവിതത്തിൽ ചെയ്യുമ്പോഴും അതിനൊക്കെ ഒരു നല്ല നിയ്യത്ത്, അതിനൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുണ്ട്. നടന്നു പോകുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കാൻ, അതല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുന്ന സമയം മറ്റുള്ളവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ, കിണറില്ലാത്ത മനുഷ്യന്മാർക്ക് ഒന്ന് കിണർ കുഴിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാട് ചെയ്യാൻ, വെള്ളമില്ലാത്തവർക്ക് വെള്ളം നൽകാൻ, ഭക്ഷണമില്ലാത്ത മനുഷ്യരുണ്ട്. ആ മനുഷ്യർക്കൊക്കെ ഓരോ നിലക്കും മാസത്തിൽ നമ്മളുടെ വക ഒരു ഭക്ഷണ കിറ്റ് നൽകാൻ, അതിനൊക്കെ നമ്മൾ ഏറ്റവും നല്ല നന്മകളുമായി മുന്നോട്ട് പോകുന്ന ആളുകളായി നമ്മൾ മാറണം. നാലാമത്തേതായി ഖുർആൻ പറഞ്ഞു, തബ്ശീർ അസ്വാബിരീൻ. ക്ഷമിക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. എന്താ ഖുർആൻ പറഞ്ഞത്? ധാരാളം പരീക്ഷണങ്ങളെക്കുറിച്ചാണ്. ഒട്ടനവധി പരീക്ഷണങ്ങൾ. ജീവിതത്തിലെ സമ്പത്തും അതല്ലെങ്കിൽ സകല അധികാരങ്ങളും അല്ലാഹു സമ്മാനിച്ച മക്കളും അതൊക്കെ ഒരു പരീക്ഷണമാണ്. എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ പരീക്ഷണം വരും. ആ സന്ദർഭത്തിൽ അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അങ്ങനെ ഒരു ആപത്ത് ബാധിച്ചാൽ, ഒരു അത്യാഹിതം സംഭവിച്ചാൽ അവർ പറയും, ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ്, അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് ഞങ്ങളുടെ മടക്കം എന്നത് മനുഷ്യർ പറയും എന്നതാണ്. അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു തന്നത് മുഴുവൻ ആസ്വദിച്ച്, അടിച്ചു പൊളിച്ച്, തമർത്താസ്വദിച്ച് ഈ ദുനിയാവിൽ ജീവിക്കാൻ അള്ളാഹു അവസരം തരും. അതിനെക്കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? ഫലമ്മാ നസൂ മാ ദുഖിറൂ ബിഹി. നിങ്ങൾ അറിയേണ്ടത്, ഫലമ്മാ നസൂ മാ ദുഖിറൂ ബിഹി, നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളങ്ങ് മറന്നു കളഞ്ഞാൽ എന്താ സംഭവിക്കുക? ഫതഹ്നാ അലൈഹിം
അബ്വാബ കുല്ല ശൈ, നിങ്ങൾക്ക് യഥേഷ്ടം ദുനിയാവിൽ നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും. ഹത്താ ഇദാ ഫരിഹു, നിങ്ങളങ്ങനെ അതിൽ ആസ്വദിച്ച് തമർത്താടി ഇങ്ങനെ ജീവിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? ബിമാ ഊതു അഖദിനാഹും ബഗ്തതൻ, പെട്ടെന്ന് നിങ്ങളെ അള്ളാഹു പിടികൂടും. ഫഇദാഹും മുബ്ലിസൂൻ, അന്ന് നിങ്ങൾക്ക് നിരാശ ബാധിക്കുമെന്നതാണ്. ഇങ്ങനെ അഹങ്കരിച്ച് അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെയൊക്കെ ആസ്വദിച്ചിട്ട് തോന്നിയതുപോലെ അള്ളാഹുവിന് നന്ദി കാണിക്കാതെ ജീവിക്കുന്ന മനുഷ്യരാണോ നിങ്ങൾക്ക് യഥേഷ്ടം? നിങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള എല്ലാ വഴികളും അള്ളാഹു തുറന്നുതരും. ഫഅഖദിനാഹും ബഗ്തതൻ, പൊടുന്നനെ അള്ളാഹു പിടിക്കും. കൂട്ടരെ, എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലും ഒരു നിമിഷം കൊണ്ട് അള്ളാഹുവിന് എത്ര വലിയ സമ്പന്നനെയും പാപ്പരാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ റബ്ബ് എന്നതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. നോക്കൂ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, കണക്കാക്കാത്ത പ്രതിഫലമാണ് ക്ഷമിക്കുന്ന ആളുകൾ. അവർക്ക് വമ്പിച്ച നന്മയാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത്. നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണ് കറുത്ത ഒരു സ്ത്രീ സ്വർഗത്തിൽ പോയതുമായി ബന്ധപ്പെട്ട്. അവിടുന്ന് അപസ്മാര രോഗം ബാധിച്ച ആ പെണ്ണ്, അവിടുന്ന് റസൂലുള്ളാഹി പറഞ്ഞു സ്വർഗാവകാശിയാണ്. എന്താ ചെയ്യേണ്ടുന്നത്? നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് പെണ്ണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ആ സ്ത്രീ ക്ഷമിക്കുകയാണ്. അപ്പോൾ ക്ഷമിക്കുന്നവർക്ക് വമ്പിച്ച സന്തോഷവാർത്ത നാളെ പരലോകത്ത് ലഭിക്കും എന്നതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. അഞ്ചാമത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് തബ്ശീർ അൽ മുഖ്തബിഈൻ, അത്തരം ആളുകളാണ് ദീനിൻ്റെ വഴിയിൽ യഥാർത്ഥത്തിൽ റബ്ബിനെ സൂക്ഷിച്ച് അടിയുറച്ച ഈമാൻ അത്തരത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരാരാണോ അവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഖുർആൻ പറഞ്ഞു അല്ലദീന യസ്തമിഊനൽ ഖൗല, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുന്നവരാണ്. എന്നിട്ട് ഫയത്തബിഊന അഹ്സനഹും, എന്നിട്ട് അവരിൽ അതിലെ ഏറ്റവും നല്ലത്, ഏറ്റവും നല്ല വർത്താനം അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ആ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കും, ജീവിതത്തെ പരിവർത്തനത്തിന് വിധേയാക്കും. അള്ളാഹുവിൻ്റെ ഖുർആൻ എന്നോടാണ് സംസാരിച്ചത്, എനിക്കൊരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് വിചാരിച്ച് ഏറ്റവും നല്ലതിനെ പിൻപറ്റും. ഉലൈകല്ലദീന ഹദാഹും, അവർക്കാണ് മാർഗദർശനമുള്ളത്. വഉലൈക ഹും ഉലുൽ അൽബാബ്, അവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാർ എന്ന് ഖുർആൻ പറഞ്ഞു. അപ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാരാരാണ്? അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ഏറ്റവും നല്ല വാക്ക് അള്ളാഹുവിൻ്റെ ഖുർആനാണ്. ലഹുമുൽ ബുശ്റാ ഫബശ്ശിർ ഇബാദ്, അവർക്ക് സന്തോഷവാർത്ത നൽകു. ഖുർആൻ അനുസരിച്ച് ജീവിച്ചവരാരാണോ അവർക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകരെ സന്തോഷവാർത്ത നൽകു. ഫബശ്ശിർ ബിഇബാദ്, എൻ്റെ അടിമകൾക്കുള്ള സന്തോഷവാർത്ത അള്ളാഹുവിൻ്റെ റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്ക്. അപ്പോൾ ആ സന്തോഷവാർത്ത അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗ്ഗാണ്. ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സിലും ഭാവനയിൽ കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സ്വർഗത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആനിന് സംസാരിക്കാനുള്ളത്. അള്ളാഹുവിൻ്റെ വിളിക്ക് കാതോർക്കാൻ സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകണം. നോക്കൂ, നമുക്കുള്ള ഭക്ഷണം, നമ്മളുടെ ഈ ചെറിയ ശരീരത്തിന് വളരെ കുറഞ്ഞ ഭക്ഷണം മതി, കുറച്ച് വെള്ളം മതി. കുറച്ച് ഭക്ഷണവും കുറച്ച് വെള്ളവും, എന്നാൽ കുറഞ്ഞ സമയവുമാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ ചെറിയ ശരീരത്തെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ട പണിയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത്. ഈ ചെറിയൊരു ശരീരത്തെ സ്വർഗത്തിലാകൂ, അതല്ല കത്തിജ്വലിക്കുന്ന തകാദു തമയ്യസു മിനൽ ഗൈദ്, കോപം കൊണ്ട് നരകം ഇങ്ങനെ വിണ്ട് കീറും. നരകത്തിൻ്റെ തീവ്രത അവിടുന്ന് ഖുർആൻ പറഞ്ഞതാണ്. ഇദാ ഉൽഖൂ ഫീഹാ സമിഉ ലഹാ ശഹീഖൻ വഹിയ തഫൂർ. എന്താ ഖുർആൻ പറഞ്ഞത്? നരകത്തിലേക്ക് ഇങ്ങനെ മനുഷ്യരെ ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ അവിടുന്ന് ഉഗ്രഗർജനാണ്. വഹിയ തഫൂർ, അതിങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിളച്ചു മറിയുന്ന ഒരു നരകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ലവ്വാഹത്തുൽ ലിൽ ബശർ, മനുഷ്യൻ്റെ തലയോട്ടിയൊക്കെ ഉരിച്ചു കളയുന്ന ഒരു നരകം. നോക്കൂ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. ഏതിലേക്കാണ് എത്തിപ്പെടുക എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. ആറാമതായി ഖുർആൻ പറഞ്ഞത് വബശിരിൽ കാഫിരീൻ, സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ, അവർക്ക് സന്തോഷവാർത്ത അള്ളാഹുവിൻ്റെ പ്രവാചകരെ നൽകണം. വബശിരില്ലദീന കഫറു ബിഅന്ന ലഹും അദാബും മുഹീൻ, സത്യനിഷേധികളായ ആളുകൾ എല്ലാം കൊടുത്തു, വായുവും വെള്ളവും
കുടിക്കാനും തിന്നാനും എല്ലാറ്റിനും എല്ലാ സൗകര്യങ്ങളും അള്ളാഹു കൊടുത്തിട്ട് അള്ളാഹുവിനെ നിഷേധിച്ച് ജീവിക്കുന്ന, ദുനിയാവിൽ റബ്ബിൻ്റെ കൽപ്പനകൾ മാനിക്കാതെ ജീവിച്ച മനുഷ്യരാണോ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, വബശ്ശിരില്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾക്ക് അവിടുന്ന് പ്രവാചകരെ സന്തോഷ വാർത്ത. ഇതൊരു പരിഹാസമാണ്, ഇത് ഖുർആൻ നൽകുന്ന ഒരു നിന്ദിക്കലാണ്. അത്തരം ആളുകൾക്ക് സന്തോഷ വാർത്ത, ബി അന്ന ലഹും അദാബും മുഹീൻ, അവർക്ക് വേദനാജനകമായ സങ്കടത്തിൻ്റെ നരകാണ്. അതുകൊണ്ട് സന്തോഷ വാർത്ത അള്ളാഹുവിൻ്റെ പ്രവാചകരെ നൽകുക എന്ന്. അതുകൊണ്ട് കൃത്യമായി ഖുർആൻ സന്തോഷ വാർത്ത നൽകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. 6 കൂട്ടരെക്കുറിച്ചാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ഏത് നിമിഷവും റബ്ബെന്നെ നിരീക്ഷിക്കുന്നുണ്ട്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിയിരുന്ന് നിരീക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നതാണ് നമ്മെ ഏറ്റവും നല്ല നിലക്ക് ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. അതുകൊണ്ട് നിരന്തരം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, മറ്റൊന്നുള്ളത് നിരന്തരം സൂചിപ്പിക്കാറുള്ളത്, ഈ പള്ളിയിൽ നടക്കുന്ന വെള്ളിയാഴ്ച ദിവസം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷമുള്ള ഖുർആൻ ക്ലാസ്സാണ്. ഖുർആൻ ക്ലാസ്സിൽ ഇപ്പോൾ സൂചിപ്പിച്ചതനുസരിച്ച് കുറച്ച് ആളുകൾ കൂടിയിട്ടുണ്ട്. ഇനിയും ഖുർആൻ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടിയിട്ട് അത് പഠിക്കാത്തവരായി ഒരിക്കലും മാറരുത്. അതുകൊണ്ട് മരണം വരെ അഹ്ലുൽ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു വിഷയം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, റമളാൻ വരികയാണ്. അപ്പോൾ റമളാൻ വരുന്നതിന് മുന്നോടിയായി നമ്മൾ പാവപ്പെട്ട ആളുകൾക്ക് ഒരു നേരം പോലും പലപ്പോഴും റമളാനിൽ ഒന്ന് അത്താഴം കഴിക്കാൻ, അതല്ലെങ്കിൽ നോമ്പ് തുറക്കാൻ ഏറ്റവും നല്ല വിഭവങ്ങൾ നമ്മളുടെ വീട്ടിലുണ്ടാകും, നമ്മളുടെ ടേബിളിലുണ്ടാകും. എന്നാൽ ഇതൊന്നുമില്ലാതെ പ്രയാസപ്പെട്ട് തൊട്ടടുത്ത നിമിഷം ഞാൻ എന്ത് അത്താഴം കഴിക്കും, മഗ്‌രിബിൻ്റെ സമയം, ആ സമയത്തുമ്പോൾ ഞാൻ എന്തുകൊണ്ട് നോമ്പ് തുറക്കും എന്നൊക്കെ കരുതി ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്ന മനുഷ്യരുണ്ടാകും. അവർക്കൊക്കെ അവരർഹതപ്പെട്ട ആളുകളെന്ന നിലക്ക് അവർക്കൊക്കെ ഭക്ഷണ കിറ്റ് കൊടുക്കേണ്ടവർ, അത് അള്ളാഹു സമ്പത്ത് ഏൽപ്പിച്ചവരുടെ ഒരു വലിയ ബാധ്യതയാണ്. അതാണ് ഇഹ്സാൻ. ഖുർആൻ പഠിപ്പിച്ച ഇഹ്സാൻ അതാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു കിറ്റ് വിതരണം, ഇൻഷാ അല്ലാഹ് ഒരു കിറ്റിന് 1500 രൂപയാണ് നമ്മൾ വില നിശ്ചയിച്ചിട്ടുള്ളത്. അത് റമളാൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇൻഷാ അല്ലാഹ് അർഹതപ്പെട്ട ആളുകളുടെ വീടുകളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വലിയ നന്മ ഒരാളെ ഭക്ഷിപ്പിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞില്ലേ, നിങ്ങൾ